അതെ സാർ, കുറച്ച് സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പാർട്ടി പരിപാടി അല്ല എന്ന് പറഞ്ഞ് നേതൃത്വം എന്തായാലും കൈയൊഴിയും. അസ്കർ ഇതിനകം തന്നെ അത് വ്യക്തമാക്കി. പാർട്ടിക്ക് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ആരുടെയെങ്കിലും പേരിൽ നടപടിയെടുക്കും എന്നൊന്നും നമ്മൾ കരുതരുത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇടപെട്ടിട്ടുണ്ട്. പ്രസിഡന്റ് പറഞ്ഞത് റിപ്പോർട്ട് അത് തേടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്. ആ ഒരു തലത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു തോന്നുന്നുണ്ടോ? ഇത് വ്യക്തമായ ഒരു അജണ്ട തന്നെയല്ലേ? ക്ഷേത്രങ്ങൾ ചുവപ്പിക്കുക, ആ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയല്ലേ ഇത്തരം പ്രവർത്തനങ്ങളെ കാണാനാവും? അല്ല, അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇത് കൂടാനാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരിക്കലും നമ്മൾ അത് വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ ഹസ്കറിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു ക്ഷേത്ര അങ്കണത്തിൽ നടക്കാൻ പാടില്ലാത്ത അരുതായ്മ നടന്നിരിക്കുന്നു. അതായത് ഈ കൊടി, അതുപോലെ പുഷ്പന്റെ പാട്ടും, ഇതൊന്നും തന്നെ ക്ഷേത്ര സംസ്കാരത്തിന് അനുഗുണമല്ല എന്ന് പറയാനുള്ള മാന്യത കാണിച്ചതിൽ ഞാൻ ആദ്യം അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് പാർട്ടി അറിയുന്നില്ല, പാർട്ടിക്കാരെല്ലാം ഇതിനൊക്കെ സപ്പോർട്ടാണെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ടതാണ് ശിവഗിരിയിലെ കാവ്യുടുത്ത സന്യാസിമാരുടെ അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കാവ്യ കൊടുക്കുന്നവരൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞത്. രണ്ടാമത് നുണ പറഞ്ഞു അദ്ദേഹം. ഗോബ്രാഹ്മണേഭ്യോ സുഖമസ്തു നിത്യം എന്ന് പറഞ്ഞാൽ പശുക്കൾക്കും ബ്രാഹ്മണന്മാർക്കും മാത്രം സുഖം ഉണ്ടാവട്ടെ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. അദ്ദേഹം ഏതെങ്കിലും സംസ്കൃതം പഠിച്ച ഒരു 5ാം ക്ലാസ്സുകാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല അർത്ഥം. അതായത് ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ ഇവിടെ അറിവുള്ള ആളുകൾ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മജ്ഞാനികളാണ്, അറിവുള്ളവരാണ്. അറിവുള്ളവരുടെ അനുഗ്രഹം നമുക്ക് വേണം. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാവിധ ജീവജാലങ്ങളുടെ അനുഗ്രഹം വേണമെന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വിപരീതമായി ജനങ്ങളിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി ക്ഷേത്ര സംസ്കാരത്തെ തകർക്കുക എന്നുള്ളതിന്റെ ഒരു ആഹ്വാനമായിരുന്നു വാസ്തവത്തിൽ. ഇതിന്റെ വേറൊരു പതിപ്പാണ് നമ്മൾ ഗണപതി മിത്തിൽ കണ്ടത്. അപ്പോ ഇതൊന്നും തന്നെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതോ നാവിൽ വന്ന പിഴയോ ഒന്നുമല്ല. ഞാൻ ഓർക്കുന്നു, അന്തർദേശീയ യോഗ ദിനമായി ആചരിച്ച സമയത്ത് യോഗ വർഗീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കി. അന്ന് പതഞ്ജലിയെ നമസ്കരിക്കുന്ന ഒരു ശ്ലോകം ചൊല്ലിയപ്പോൾ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ആരോഗ്യമന്ത്രി പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ പിന്നീട് അതിനെ മതേതര യോഗയാക്കി മാറ്റുക. ഇത് തന്നെയായിരുന്നു തിരുവാതിര. തിരുവാതിര ബ്രാഹ്മണിക്കാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഈ തിരുവാതിരയിലേക്ക് പിണറായി വിജയനെ കുറിച്ചുള്ള പുകഴ്ത്തുപാട്ട് ആക്കിയപ്പോൾ അത് മതേതര തിരുവാതിര. ഇങ്ങനെ ഈ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യത്തിനനുസരിച്ച് എടുക്കുന്നത് പോലെ, നിങ്ങൾക്ക് ഈശ്വര വിശ്വാസം ഉണ്ടോ? നിങ്ങൾ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെന്തിനും നിങ്ങൾ പോകുന്നത്? അത് വേറെ കഥകളായി. നിലപാടുകൾ വേണം, കൃത്യമായ നിലപാടുകൾ വേണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാല്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അത് പാർട്ടി ഗ്രാമമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. പാർട്ടി ഗ്രാമത്തിന്റെ മനസ്സാണ് അവിടെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പാർട്ടി നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഇതേ സ്ഥലത്തൊരു ക്രൈസ്തവ അല്ലെങ്കിൽ മുസ്ലിം ദേവാലയം ഇല്ലാഞ്ഞിട്ടാണോ? അവിടെ നിങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇല്ലാഞ്ഞിട്ടാണോ അവിടെ ഈ അഭ്യാസം എന്തുകൊണ്ട് നടക്കുന്നില്ല? അപ്പോ ഇതെല്ലാം തന്നെ ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നത് പോലെയാണ് മതേതരത്വത്തെയും അതുപോലെ ഈ സഹിഷ്ണുതയും സംസ്കാരത്തെയൊക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം. മറ്റൊന്ന്, വളരെ നിഷ്കളങ്കമായാണ് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ഞെറുക്കെടുപ്പിലൂടെയാണ് ക്ഷേത്രങ്ങളിലെ കമ്മിറ്റിയിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറഞ്ഞു. പൊന്നു സുഹൃത്തെ, ഈ കേരളത്തിൽ ഇന്നോളം കഴിഞ്ഞ ഇടതുപക്ഷം എന്നെല്ലാം ഭരിക്കുന്നു. അവിടെ ഒരു തൂപ്പുകാരനെ വെക്കുന്നത് പോലും അയാളുടെ കുഞ്ഞമ്മയുടെ മകൻ BJP-യിലോ അല്ലെങ്കിൽ കോൺഗ്രസിലോ ബന്ധമുണ്ടെങ്കിൽ അപ്പൊ അവിടുന്ന് പറഞ്ഞു വിടും. ഈ നിലയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്നിട്ട്
പാർട്ടി വളരെ വിശാല ഹൃദയമാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അതാണ് എല്ലാ കാലത്തും ചോദ്യം ചെയ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം, ഒരു ക്ഷേത്രാങ്കണത്തിൽ എന്ത് പാട്ട് പാടണമെന്നതും ഏത് വാദ്യം ഉപയോഗിക്കണമെന്നും അതിന്റെ കളറിനെ കുറിച്ച്, ചുമപ്പിനോടൊന്നും ക്ഷേത്രത്തിന് വലിയ വിരോധമൊന്നുമില്ല. ചുമപ്പ് ഭദ്രകാളിയുടെ എന്താ പറയാ ആരാധനയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു മോട്ടീവ് ഉണ്ട്, ഒരു സങ്കല്പമുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിനെല്ലാം നേതൃത്വം നൽകിയ മുൻ എന്താ പറയുക ദേവസ്വം മന്ത്രിയാണ് സുധാകരൻ. ഇന്ന് അദ്ദേഹം വിലപിച്ചുകൊണ്ട് നടക്കുകയാണ്. അദ്ദേഹം ഇന്ന് എങ്ങുമില്ലാത്ത രീതിയിൽ എന്താ പറയാ പാവം കവിത എഴുതിക്കൊണ്ട് നടക്കുകയാണ്. ശബരിമല ക്ഷേത്രത്തില് അദ്ദേഹം കാട്ടിക്കൂട്ടിയത് എല്ലാവരും കണ്ടതാണ്. അവിടുത്തെ തന്ത്രിമാരെ കിന്ത്രിമാരെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ചത് കണ്ടതാണ്. അപ്പൊ ഒരു കാലത്തും ഇടതുപക്ഷത്തിന്റെ ആളുകൾ ക്ഷേത്ര സംസ്കാരത്തെ ബഹുമാനിക്കുകയോ മാന്യമായി പെരുമാറുകയോ ചെയ്യുന്നവരുടെ നിഘണ്ടുവിലില്ലാത്തതാണ്. അത് അടിസ്ഥാനമാണ് എന്നിരിക്കെ എന്തിനാണ് നിങ്ങൾ ഇതിലേക്ക് കടന്നുകൂടുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 300 വർഷക്കാലമായി ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാത്ത ഒരു ദളിത് സമുദായത്തിന് കഴിഞ്ഞ ദിവസം അനുമതി കൊടുത്തു പശ്ചിമ ബംഗാളിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. 300 വർഷം ഓർക്കണം. 29 വർഷം കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ച സ്ഥലത്താണ് ദളിതന് ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാത്തത്. ഇത് ഒരു ഗ്രാമത്തിലല്ല, പല ഗ്രാമങ്ങളിലും. അപ്പോ നിങ്ങൾ ഒരിക്കലും ദളിതന്റെ പക്ഷത്തോ മനുഷ്യന്റെ പക്ഷത്തോ സംസ്കാരത്തിന്റെ പക്ഷത്തോ അല്ല. യഥാർത്ഥത്തിലുള്ള ജാതി ഉണ്ടാക്കുകയും അതിനെ ഉപയോഗിക്കുകയും അതിനെ ഉപയോഗിച്ച് കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗം കുളമാക്കി, നിങ്ങൾ തൊഴിലിടങ്ങളെല്ലാം നശിപ്പിച്ചു, സാംസ്കാരിക രംഗം നശിപ്പിച്ചു. ആകെ ഉള്ളത് ക്ഷേത്രങ്ങളാണ്. അവിടെ വീണ്ടും ഈ നാടകം കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾ എല്ലാ കാലത്തും, ഒരു കാലത്ത് നിങ്ങൾ ചെയ്തതെല്ലാം സഹിച്ചിട്ടുണ്ട്. ഇന്നത് സഹിക്കാൻ ആളുകൾ തയ്യാറാവില്ല എന്ന കാര്യം ഉറപ്പ്. അതുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ നിന്നും അതുപോലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പിന്നോക്കം പോകേണ്ടി വന്നത്. നിങ്ങളുടെ ഓരോ എന്താ പറയുക ദേവസ്വം മന്ത്രിമാരും അതിനുശേഷം അവരെടുത്ത നിലപാടുകൾ അവർക്കെല്ലാം ജനസമൂഹത്തിൽ നിന്നും പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇത് തന്നെയാണ്. ഇത് ആരുടെയെങ്കിലും കൈ കിട്ടാൻ വേണ്ടിയിട്ട് അല്ല നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് ഒക്കെ നമുക്കറിയാം. നിങ്ങളുടെ ലക്ഷ്യം ഇവിടുത്തെ എന്താ പറയാ ഹൈന്ദവ സംസ്കാരത്തെ തകർക്കുക എന്ന കൃത്യമായ അജണ്ടയാണ്. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇത് നിർത്തുക. ഇത് കൂടുതൽ കാലം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. എല്ലാ രാഷ്ട്രീയക്കാർക്കും ക്ഷേത്രങ്ങൾ ആവശ്യമാണ്. അത് RSSകാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല ക്ഷേത്രം നമ്മുടെ പൊതു സ്വത്താണ് എന്ന വലിയ വിശാലതയോടുകൂടി നമ്മൾ ഇത് കാണണം എന്ന ഒരു കാര്യമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.